നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ വർഷങ്ങളായി അടുത്തിടപഴകിയിട്ടും അതൊരു നോർമൽ ബിഹേവിയർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളിലേറെയും. കൂടെയുള്ള ആൾക്ക് NPD എന്ന വൈകല്യമുണ്ടെന്ന് മനസ്സിലാകുമ്പോഴേക്കും പലരും പല വിധത്തിലുള്ള മാനസിക ചൂഷണങ്ങൾക്കും വിധേയരായിട്ടുണ്ടാവും. അതുകൊണ്ട് പുതിയ ബന്ധങ്ങൾ തുടങ്ങും മുമ്പ് അത് ഫ്രണ്ടോ കൊളീഗോ പാർട്ട്ണറോ ആരുമായിക്കോട്ടെ, അവരുടെയൊക്കെ മനസ്സിൽ ഈ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നറിയാൻ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, വലുതോ ചെറുതോ ആയ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് അവരുമായി ഷെയർ ചെയ്യുക. 10ാം ക്ലാസ്സിലെ മാർക്കോ, നിങ്ങൾ എഴുതിയ കവിതയോ, നിങ്ങൾക്ക് കിട്ടിയ ഒരു മെഡലോ, അങ്ങനെ എന്തെങ്കിലും എക്സൈറ്റഡായി അവരോട് ഷെയർ ചെയ്യുക. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ ജെനുവിനായി പങ്കുചേരാൻ NPD ഉള്ള ഒരാൾക്ക് ഒരിക്കലും കഴിയില്ല. രണ്ടാമതായി, ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ് ആ റിലേഷൻ പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്വന്തം തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്ത് മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ് പശ്ചാത്തപിക്കാൻ NPD ഉള്ള ഒരാൾക്ക് സാധിക്കാറില്ല. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, അതായത് ഒരു അസുഖം വന്നാൽ, അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ, അതല്ലെങ്കിൽ ഒരു തോൽവി സംഭവിച്ചാൽ അവരുടെ റിയാക്ഷൻസ് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വിഷമങ്ങളോ ഫീലിങ്സോ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇതുപോലെയുള്ള വിഷമഘട്ടങ്ങളിൽ വളരെ ഇൻഡിഫറൻ്റായി മാത്രമേ NPD ഉള്ള ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, ഈ പറഞ്ഞ 3 നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ആരിലെങ്കിലും സ്ഥിരമായി കാണുകയാണെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.